ഒരു 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരാളോട് പ്രണയം തോന്നാം. വീട്ടുകാരെക്കാൾ കൂട്ടുകാരോട് അടുപ്പമുണ്ടാകാം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം തേടി അവർ പുറത്തേക്ക് പോകാം. എന്നാൽ ആ പ്രായത്തിൽ ഒരു കൊലപാതകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിലെ 67കാരനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം എത്തിയത് അടുത്ത ബന്ധുവായ പെൺകുട്ടിയിലേക്കാണ്. 13കാരി തയ്യാറാക്കിയ പ്ലാനിൽ ആൺ സുഹൃത്തുൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത മറ്റു 3 പേർ ചേർന്ന് ക്രൂരമായി നടത്തിയ കൊലപാതക ദൃശ്യം പ്രതികൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാട്ടിക്കൊടുത്തതായും പോലീസ് പറയുന്നു. സ്വർണം അപഹരിക്കാനും പണം കവരാനും ലക്ഷ്യമിട്ടാണ് കൃത്യം നടത്തിയത്. ഇതിന് സിനിമകൾ ഉൾപ്പെടെ സ്വാധീനിച്ചെന്ന് പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുണ്ട്. മോഷണത്തിന് ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ബൈക്കും ഐഫോണും വാങ്ങാനായിരുന്നു തീരുമാനം. തിങ്കളാഴ്ച രാവിലെയാണ് 67 വയസ്സുകാരൻ ശിവൻകുട്ടിയെ കരുവാറ്റ മാടപ്പുരയ്ക്കുള്ള വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൈയും കാലും ബന്ധിച്ച് വിവസ്ത്രനാക്കിയ രീതിയിലായിരുന്നു മൃതദേഹം. വീടിനകം മുഴുവൻ മുളകുപൊടി വിതറിയിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധു കൂടിയായ പെൺകുട്ടിക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ചോദ്യം ചെയ്യൽ കൃത്യം നടത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺ സുഹൃത്തുൾപ്പെടെയുള്ള മറ്റു 3 പേരുടെ വിവരങ്ങൾ കൂടി പെൺകുട്ടി വെളിപ്പെടുത്തി. കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ്ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടും. അതിനുശേഷം വീട്ടിൽ നിന്ന് ആ ഗോൾഡ് ഓർണമെന്റ്സും മറ്റുമൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. പെൺകുട്ടിക്ക് ഐഫോണും മറ്റു 3 പേർക്ക് ആഡംബര ബൈക്കും വാങ്ങാനുള്ള പണം സമാഹരിക്കാനാണ് മോഷണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത്. ശുചിമുറിയിലെ വെന്റിലേഷൻ വഴിയാണ് പ്രതികളിൽ ഒരാൾ ആദ്യം അകത്ത് കയറിയത്. ശുചിമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട വയോധികൻ ചെന്നപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചു. തലക്കേറ്റ ശക്തമായ അടിയെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനമേറ്റ് ബോധരഹിതനായി വീണ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ദൃശ്യം പ്രതികൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ശിവൻകുട്ടി മോശമായി പെരുമാറിയെന്നും ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആക്ച്വലി ബോഡി കാണുമ്പോൾ കൈയും കാലുകളും തുണികൾ കൊണ്ട് ബന്ധിച്ച നിലയിലാണ് ബോഡി കാണപ്പെട്ടത്. തുടർന്ന് കൊലപാതകം എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയും ഈ അടുത്ത ബന്ധുക്കളാണോ മറ്റ് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ചെയ്താണോ എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ നടത്തിയത്. 13കാരി ഉൾപ്പെടെ പ്രതികളെല്ലാം ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൃത്യം നടത്തിയവർ +1, +2 വിദ്യാർത്ഥികളും ഒരാൾ +1-ൽ പഠനം നിർത്തിയ ആളുമാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികളെ CWCക്ക് കീഴിലെ ഒബ്സർവേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. തുടക്കത്തിൽ ഏറെ ദുരൂഹതയുണർത്തിയ കേസിലാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പോലീസ് പ്രതികളെ കുടുക്കിയത്. 13കാരി അടക്കമുള്ളവർ ആസൂത്രണം ചെയ്താണ് കൊല്ലത്ത് നിന്ന് വൈകിട്ടോടെ ട്രെയിനിലെത്തി ശനിയാഴ്ച ക്രൂര കൊലപാതകം നടത്തിയതെന്നത് നാട്ടുകാരെയാകെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാലിട്ട് ഇപ്പോൾ ഇവൻ വന്ന് പുറകെ 1-2 പേരും അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് വരുന്നു. ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ വരുന്നു. അപ്പോൾ ഏതോ സംതിങ് അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഇവളെ കൂട്ടുകാരോട് പറഞ്ഞതാണ്. പിന്നെ ഇവളെ വിളിപ്പിച്ച് ശരിമെല്ലാം സന്ധ്യ കഴിഞ്ഞ് ഇവളെ വിളിപ്പിച്ച് ഇവളെ അറസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം സംഭവിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.